വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന് ജയിലിൽ കനത്ത സുരക്ഷ. അഫാനെ നിരീക്ഷിക്കാൻ 3 ഉദ്യോഗസ്ഥരാണുള്ളത്. താൻ മരിക്കാൻ തീരുമാനിച്ചതാണെന്ന് ജയിൽ ജീവനക്കാരോട് അഫാൻ തുറന്നു പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജയിലിലെത്തുന്ന സമയത്ത് ജയിലുദ്യോഗസ്ഥർ ചോദിക്കുന്നതിന് മറുപടിയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അഫാൻ പറഞ്ഞത്. പണം തന്നെയായിരുന്നു കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള കാര്യമെന്നും അഫാൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. താൻ കൂടി മരിക്കുമെന്ന അഫാന്റെ പ്രഖ്യാപനം ജയിലധികൃതരെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഇന്നലെയാണ് ചികിത്സ അവസാനിച്ച് ആശുപത്രിയിൽ നിന്നും അഫാനെ ഡിസ്ചാർജ് ചെയ്തത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അഫാനെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നതും. ഇന്നലെ ജയിലിലെത്തിക്കഴിഞ്ഞതിനു ശേഷം ജയിലുദ്യോഗസ്ഥരോട് അഫാൻ സംസാരിച്ചിരുന്നു. എന്തൊക്കെയാണ് അഫാന്റെ ഒരു പ്രകൃതമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. പ്രധാനമായും ജയിലുദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ കഴിയുന്നത് പോലീസിന് നൽകിയ അതേ മൊഴി തന്നെയാണ് അഫാൻ ജയിലുദ്യോഗസ്ഥരോടും പറഞ്ഞതെന്നുള്ളതാണ്. കടബാധ്യതയാണ് തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് വിവരം. മാത്രമല്ല, കടബാധ്യത കാരണം താനും കുടുംബവും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പിന്നീടാണ് അത് കൊലപാതകത്തിലേക്കെന്ന ആശയത്തിലേക്ക് പോയതെന്നാണ് അഫാൻ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ നേരത്തെ പോലീസിന് നൽകാത്ത മൊഴിയിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യം അഫാൻ പറഞ്ഞിരുന്നു. ഒരു ദിവസം 10,000 രൂപ വീതം പലിശ നൽകേണ്ട ഒരു സാഹചര്യത്തിൽ കാര്യങ്ങളെത്തുകയും അങ്ങനെ നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കടബാധ്യത വലിയ തോതിൽ ഉയർന്നതും എല്ലാവരും കൂടി ഒരുമിച്ച് ജീവനെടുക്കാൻ തീരുമാനിച്ചതും. അങ്ങനെയാണ് കൂടുതൽ പേരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും അഫാൻ പറയുന്നു. ഉമ്മ മരിച്ചുവെന്നാണ് കരുതിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഉമ്മ മരിച്ചിട്ടില്ല എന്ന വിവരം അഫാൻ അറിയുന്നത്. നിലവിൽ അഫാൻ തീർത്തും അസ്വസ്ഥനാണെന്നാണ് ജയിലുദ്യോഗസ്ഥർ പറയുന്നത്. അയാൾ മരിക്കാൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ ആ മരണം അയാൾ ആത്മഹത്യ എന്നുള്ള കാര്യത്തിലേക്കാണ് പോയത്. പക്ഷേ മരണം സംഭവിക്കാത്തതിൽ അയാൾക്ക് വലിയ അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ടുതന്നെയാണ് അഫാനെ കൃത്യമായ നിരീക്ഷണത്തോടെ കനത്ത സുരക്ഷയിൽ പാർപ്പിക്കാൻ ജയിലുദ്യോഗസ്ഥർ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി 3 ജയിലുദ്യോഗസ്ഥരെ അഫാനെ സദാസമയം നിരീക്ഷിക്കാനായി സെല്ലിനടുത്ത് തന്നെ കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റൊരു തടവുകാരനെ കൂടി അഫാനൊപ്പം സെല്ലിൽ പാർപ്പിച്ചിട്ടുണ്ട്. അഫാന്റെ പ്രവൃത്തികളൊക്കെ കൃത്യമായി ജയിലുദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുമുണ്ട്. ഇനി പോലീസിന്റെ നടപടികളാണ്. വെഞ്ഞാറമൂട് പോലീസാണ് അഫാനെ ആദ്യം കസ്റ്റഡിയിൽ വാങ്ങുക. ഇന്നോ നാളെയോ ആയിരിക്കും അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക. കസ്റ്റഡി അപേക്ഷ നൽകി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ലത്തീഫിന്റെയും ഭാര്യയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് കൂടി രേഖപ്പെടുത്തും. പിന്നീട് വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പാണ് നടക്കുക. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 കൊലപാതകങ്ങളാണ് അഫാൻ നടപ്പിലാക്കിയത്. അതിനോടൊപ്പം തന്നെ ആയുധം വാങ്ങിച്ചതും മാല പണയം വെച്ചതും പണം വാങ്ങിയതും വിഷം വാങ്ങിച്ചതുമൊക്കെയുള്ള സ്ഥാപനങ്ങളും കടകളുമൊക്കെ വെഞ്ഞാറമൂടാണ്. അവിടെയൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട്. ജയിലുദ്യോഗസ്ഥർ പറയുന്നത് അഫാന് സാധാരണ കുറ്റവാളികളുടെ പെരുമാറ്റ ശൈലിയല്ല ഉള്ളതെന്നാണ്. മറ്റൊരു മാനസിക നിലയിലാണ് അഫാൻ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നാണ് വിവരം. അതുകൊണ്ടുതന്നെ എപ്പോഴും അഫാനെ നിരീക്ഷിക്കാൻ തന്നെയാണ് മേലുദ്യോഗസ്ഥരുടെ തീരുമാനം.